നീറുന്ന വേദനകൾക്കിടയിലും വോട്ട് ചെയ്യാനെത്തി ചൂരൽമല മുണ്ടക്കൈ നിവാസികൾ. പഴയ ആരവമില്ലെങ്കിലും ഉള്ളിലെ വേദനകൾ കടിച്ചമർത്തിയാണ് വോട്ട് ചെയ്യാൻ ദുരന്തബാധിതർ എത്തിയത്. ചൂരൽമലയിൽ നിന്നും അർജുൻ PS തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂരൽമലയാണ്. ഇത്തവണ മുണ്ടക്കൈ ചൂരൽമല ഒറ്റ വാർഡായിട്ടാണ് ഇവിടെ മത്സരം ഉള്ളത്. എന്നാൽ തന്നെയും വലിയ വിഷമതയോടെ ആണ് ആളുകാരൊക്കെ ഇവിടേക്ക് എത്തുന്നത്. കാരണം ഈ ഒരു ചൂരൽമല എന്ന പ്രദേശത്ത് ഇപ്പോൾ ആളുകളില്ല. എല്ലാവരും ഓരോ വഴിക്കാണ്. ഇവിടെ താമസിക്കുന്നവരില്ല, പല സ്ഥലങ്ങളിലായി താമസിക്കുന്നവരാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾക്കടക്കം അവരെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു വിഷമം പിടിക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പല സ്ഥലങ്ങളിൽ നിന്നും വന്ന ആളുകൾ അവർ വലിയ വിഷമത്തിലാണുള്ളത്. കാരണം കുറേ പേരെ ആളുകളെയൊക്കെ കാണുമ്പോൾ സന്തോഷമുണ്ടെങ്കിലും ഉള്ളിൽ ആ വിഷമമുണ്ട്. തങ്ങളുടെ ആ പഴയ സ്ഥലം അവരെ എത്തി, പക്ഷേ ഇവിടെ തങ്ങളുടെ ഓർമ്മകളൊന്നും മറ്റു ഓർമ്മകളൊന്നും അവശേഷിക്കുന്നില്ല. പക്ഷേ ആ പണ്ടുള്ള ആളുകളെ കാണുമ്പോഴൊക്കെ അവരോട് സൗഹാർദ്ദം പുലർത്തുന്നു. അങ്ങനെ പലരും ഇവിടെ എത്തി. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. നമ്മൾ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതായത് ഈ ഒരു ദുരന്തം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ആദ്യത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. എങ്ങനെയായിരുന്നു ഇതിനു മുമ്പ് ഇവിടെയൊക്കെ? ഇതിന്റെ മുന്നേ നമുക്ക് പറയാൻ പറ്റൂല. ഓരോ പാർട്ടികളും അവരുടേതായ ചിഹ്നവും അവിടുത്തെ പ്രകടനങ്ങളും അതിന്റെ ഒരു വലിയൊരു ആഘോഷം തന്നെയായിരുന്നു ഈ ഒരു പ്രദേശം. ഈ 2024 നടന്ന ഈ ഒരു വലിയൊരു ദുരന്തം ശരിക്കും ഈ ഒരു ഭൂമിയെ തന്നെ ശ്മശാന ഭൂമിയാക്കി മാറ്റിക്കഴിഞ്ഞു. ഒരുപാട് ജീവനുകൾ നമ്മളിൽ നിന്ന് മാറി. അവരെല്ലാം ശരിക്കും ഈ പ്രദേശത്ത് ഈ ബൂത്ത് ഏജന്റുമാരായിട്ട് ഇരിക്കേണ്ട ഒരുപാട് ആളുകളാണ് നമ്മളിൽ നിന്ന് വിട്ട് മാഞ്ഞു പോയത്. ഇനിയുള്ള ഇപ്പോൾ പുതിയ വരാൻ പോകുന്ന ആളുകൾക്കും ഈ നാടിന്റെ സ്പന്ദനം അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ആളുകളെ തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. എന്തായാലും വലിയൊരു മാറ്റം ഈ ഒരു നാടിന് ഉണ്ടാവേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു ഇലക്ഷൻ എല്ലാവരും മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഒരു ദുരന്ത സമയത്ത് തന്നെ നിങ്ങൾ അന്ന് മുതൽ തന്നെ ഇറങ്ങി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. എങ്ങനെയാണ് ഇവിടുന്ന് കുറെ പേര് ഇവിടെ നിന്ന് മാറിപ്പോയി, അവരെയൊക്കെ കാണുമ്പോൾ അവര് എല്ലാവരും ഇപ്പം ഞാൻ ശരിക്കും എൻ്റെ വോട്ട് വരുന്നത് അപ്പുറത്ത് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിൽ വെച്ചിട്ടാണ് വരുന്നത്. പക്ഷെ ഞാൻ ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂടെ അന്നുണ്ടായിരുന്ന ഈ നാട്ടിൽ നമ്മളെ കൂടെ കളിച്ചു വളർന്ന ആളുകളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടം വരെ വന്നത്. വോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോകാനുള്ള ഒരു പ്രയാണത്തിലാണ്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഓരോരുത്തരും പറയുന്നത്. പഴയ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരെ, കളിച്ച് നടന്നവരെ, ഓർമ്മയിൽ ഉണ്ടായിരുന്നവരെയൊക്കെ ഒന്നുകൂടി കാണുക. അതുപോലെ തന്നെ നിരവധി പേർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ആളുകളെ കൂടി നമുക്ക് നോക്കാം. എവിടെയായിരുന്നു സ്ഥലം ഇതിനു മുമ്പ്? ചൂരമലയായിരുന്നു. ഇവിടെ നിന്ന് വിട്ടുപോയി. ഇപ്പൊ എവിടെയാ? താഴെയാരപ്പറ്റ. എങ്ങനെയാണ് പഴയ കാലത്ത് ആ ഒരു? പഴയ കാലം ഞാൻ ഇപ്പൊ കരഞ്ഞിട്ട് വരികയാണ്. ഞങ്ങളെ വീടും കുടിയൊക്കെ പോയി സങ്കടപ്പെട്ട് വരികയാണ്. തുടങ്ങി പഴയ ആൾക്കാരൊക്കെ കണ്ടോ? കൊറേ ആൾക്കാരെ കണ്ടു. സൗഹൃദമൊക്കെ പുലർത്തി. കൊറേ കൂട്ടക്കരച്ചിലൊക്കെ കരഞ്ഞിട്ട് വരിക. അതെ അല്ലെ? എങ്ങനെയായിരുന്നു പഴയ തെരഞ്ഞെടുപ്പൊക്കെ? പഴയ ഒരു നല്ലൊരു ഇതായിരുന്നു. ഇപ്പൊ ഒരു മന്ദഗതി മാതിരിയാണ് ഇവിടെ വന്നപ്പോ തന്നെ കാണുന്നത്. പഴയ ആൾക്കാരെ ഒന്നും കാണാനില്ല. ഒന്നും അത് പറയുമ്പോ നമുക്ക് വിഷമമാണ്. ഇപ്പൊ ഒന്നും പറയാൻ വയ്യ. വിഷയം അത്തരത്തിൽ തന്നെ. എങ്ങനെയാണ് പഴയ ഓർമ്മകളൊക്കെ? പഴയ ഓർമ്മകൾ പറഞ്ഞാൽ നല്ലൊരു ഇതായിരുന്നു. ഇപ്പോൾ ഊട്ടിപ്പോയിട്ട് പലരും പല ഭാഗത്തുമായല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ അങ്ങേ ഭാഗത്താണ് താമസം. ഇപ്പോൾ ഇവർ പല ഭാഗത്തുമായി. ഇവരൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പം മുണ്ടക്കൈയിൽ ഉള്ള ആൾക്കാരെ മുഴുവൻ കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂടെ ജോലി ചെയ്ത ആൾക്കാരാണ് മുഴുവനും. കുറേ പേര് മരണപ്പെട്ടു എല്ലാം ചെയ്തു. അപ്പോൾ പല ഭാഗത്തായതുകൊണ്ട് ആരെയും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പം ഇവിടെ വന്നിട്ട് ഇവരെയൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. വലിയ വികാര നിർഭരമായിട്ടുള്ള ഒരു രംഗങ്ങളാണ് നമുക്ക് ഈ വോട്ടെടുക്കുന്ന സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്നത്. എങ്കിൽ തന്നെയും ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗവാക്കാവാൻ വേണ്ടിയാണ് ഇവരെല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത്.